അവൻ അവളുമായി മുടിഞ്ഞ പ്രേമത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളെ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. കൊണ്ട് പോട്ടമേ, ഇനി ആ പെണ്ണിനോട് എനിക്ക് താല്പര്യമേ ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയും കഴിഞ്ഞുകൂടും? 2 കന്നാലയ്ക്ക് മരുന്ന് കൊടുത്താൽ എന്നാ ഒഴിവാക്കിട്ടാനാ? ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ അച്ഛൻ നാട്ടുകാരെ കുളിപ്പിക്കാൻ നോക്കി തീർത്തില്ലേ? കുളിപ്പീര് കമ്പനി അല്ലല്ലോ, സോപ്പ് കമ്പനി അല്ലേ നിന്റെ അച്ഛൻ തുടങ്ങിയത്? ആ സോപ്പ് ഉപയോഗിച്ച് ആരും കുളിച്ചില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? നീ അനുപമയെ കല്യാണം കഴിച്ചിട്ട് വേണം ആ അടച്ചിട്ടിരിക്കുന്ന സോപ്പ് കമ്പനി തുറക്കാനെന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. അറ്റ കയ്യാ, അവസാനത്തെ കയ്യാ. എന്നാലും വേണ്ടിയില്ല, ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയില്ല. എന്റെ ആങ്ങളെ വരുത്താം. വിക്രമനെയോ? അമ്മാവനിപ്പോ ജയിലല്ലേ? അവൻ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങി. ഭൂമിദേവി രക്ഷിക്കണേ. അയ്യോ വീണല്ലേ? ഇപ്പൊ വീണനെ. അയ്യോ എന്തെങ്കിലും പറ്റിയോടാ? തുണ്ടല്ലേ അളിയനൊന്നും പറയണ്ട, എല്ലാ വിവരവും പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ കോച്ചിന്റെ ഫോട്ടോ തന്നാ മതി, തട്ടിയേക്കാം. കൈയും കാലും തലി ഒടിച്ച പോരാ, വെട്ടിക്കളയണം, എങ്കിലേ പ്രേമം ഇല്ലാണ്ടാവും. ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചിലപ്പോ ഓടിക്കും, ചിലപ്പോ വെട്ടും, ചിലപ്പോ തട്ടും. അച്ഛാ, കൊല്ലാൻ പറ്റിയ ഫേസ്. തലേ കുത്ത്. കള്ള കഴുതയുടെ മോനെ, നിന്റെ ആരെങ്കിലും ആന്നോടി ഇത്? എങ്കിൽ ദാണ്ടല്ല അങ്ങാട് വിടവിടെ. എന്നോടാന്നോ? അതേടാ, നിന്നോട് തന്നെ. നീ സ്പോർട്സിന്റെ കോച്ചല്ല, ഇത്തരം ചില ഇടപാടുകളുടെ കോച്ചാണെന്ന് അവളറിയില്ല. ഏതവള്? അപ്പൊ എത്ര പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ കസ്റ്റഡിയിൽ? ഇവിടെ 10 പിന്നെ 2 സ്റ്റാൻഡ് ബൈ ഒക്കെ ചേർത്ത് 12. അല്ല താൻ ആരാവൂ ഏതൊക്കെ ചോദിക്കാൻ? വിക്രം ദാദാഭായ്, ഛോട്ടാ രാജ് കദോസ്. ഇവിടെ നിന്റെ അനുപമയുടെ അമ്മ, അവന്റെ അളിയൻ. ഏതനുപമ? ഇവനോട് പൂച്ചോ? പൂച്ചന്റെ മറ്റേ കർത്താവാണ്, എനിക്ക് അറിയില്ല കേട്ടോ. അനുപമയും ഇവനും തമ്മിൽ ഒടുക്കത്ത മുഖപത്ത ബാംഗ്ലൂരിൽ വെച്ച്. നീ നിൽക്കുന്നുണ്ട് ഇവൻ ഉരുണ്ട് കളിക്കുക. ഇവന്റെ ഉദ്ദേശം മറ്റേതാ, തെളിവുണ്ട് എന്റെ കയ്യിൽ. ഇതാരാ? അതിയാനാ? അനുപമയുടെ പെട്ടിയിൽ കിട്ടിയതാ. അൽഫോൺസ്, ഞാൻ പറയുന്നത് കേട്ടോ, കർത്താവാണ് എനിക്ക് അറിയില്ല. കോച്ചേ, ഞാൻ നിന്റെ കാല് പിടിക്കാൻ വന്നാണല്ലേ? തല്ലി ഓടിക്കാൻ വന്നതാണ്. കാലെടുത്ത് ഭിത്തിയിൽ ഉയർത്തി വെക്ക്. എന്നാത്തിനാ? എന്നാലേ കറക്റ്റ് ആയിട്ട് ഒടിയൂ. എടാ ഉവേ, എന്നാ അതിലും കറക്റ്റ് ആയിട്ട് ഞാൻ ഓടിച്ച് കാണിച്ചേടാ. നിന്റെ ദാദ എന്റെ ജീവിതാ പോയത്. എടാ പട്ടി, ഞാൻ കെട്ടാൻ പോണ പെണ്ണിനെയാ നീ പിണക്കി ഓടിച്ചത്. മോളെ സോറി ഉണ്ട് കേട്ടോ, ഇനി അങ്ങനെ ഉണ്ടാവുകയല്ല. പോടാ കോച്ചേ. അവൻ ബോംബെ ദാദാ തന്നെയാ, ശവവുമായിട്ടാ വന്നിരിക്കുന്നേ. ഞാൻ ആ കോച്ചിനെ കണ്ടു. അത് ഈ കോലം കണ്ടപ്പോ മനസ്സിലായി. നിങ്ങൾക്കറിയോ, ഞാൻ അവിടെ ചെല്ലുമ്പോ ആ കോച്ച് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിക്കുക. അത് കണ്ടതും എന്റെ നിയന്ത്രണം വിട്ടു. ആ പെണ്ണിനെ കണ്ടപ്പോഴോ? അതല്ല, ഇവിടത്തെ പെണ്ണിന്റെ പേരും പറഞ്ഞ് അവിടെ ഒരു ജഗ. എന്നിട്ട് എന്താവാൻ, അവൻ ഇവന്റെ കാലും കൈയും തല്ലി ഒടിച്ചു വിട്ടു, അത്ര തന്നെ. വിക്രമനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഞാനാ. ഈ തറവാടിന്റെ മാനങ്ങളെ ഈ കാര്യത്തിൽ അനന്തരം ഞാനും പിന്താങ്ങും. താങ്ങ് പിന്നീന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ ബോംബെ, കഷ്ടം. കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവും അല്ലേ ലാലേട്ടാ? എന്റെ പ്രതീക്ഷ സഫലമാവും. ആ പ്രതീക്ഷ അപ്രതീക്ഷിതമാക്കാൻ ഞാൻ ഇനി ജോലിക്കും പോണില്ല. പാവം മൃഗങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു. ഇവന്റെ ജോലി ലാലേട്ടന്റെ വക്കീൽ പണി പോലെയാ, ഫുൾ ടൈം ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുക അവിടെ. നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. എടാ, രണ്ടുപേരും കൂടി തമ്മിൽ തല്ലി ചാകാതെ എങ്ങനെയെങ്കിലും അനുപമയെ കോർണർ ചെയ്യാൻ നോക്ക്.